ന്യൂസ് 18 AD 2025 എന്നൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ കോളേജിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ അതിയായ നന്ദി അറിയിക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതേ കലാലയത്തിൽ പഠിച്ച് ഇതേ വേദിയിൽ മെയിൻ സ്ട്രീമിൽ എത്താൻ കഴിഞ്ഞ എനിക്ക് ഏറെയധികം അഭിമാനം കൊള്ളുന്നൊരു നിമിഷം കൂടിയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഇതുവരെ എത്താൻ വളരെ പ്രയത്നിച്ചു. ആ പ്രയത്നത്തിൻ്റെ ഇടയിൽ ഒരു മദ്യമാഫിയയ്ക്കും ഒരു ഡ്രഗ്സ് മാഫിയയ്ക്കും എന്നെ വേട്ടയാടാനോ കീഴ്പ്പെടുത്തുവാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നെഞ്ചുവിരിച്ച് അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്നുണ്ട്. അന്ന് അതിനുവേണ്ടി എന്നെ സഹായിച്ച എൻ്റെ അധ്യാപകരുടെ മുന്നിൽ ഞാൻ തലകുനിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണിത്. നിങ്ങൾ എന്താണോ പുറത്തറിയുന്നത് അതിലുപരിയായി അതിൻ്റെ 10 മടങ്ങാണ് നമ്മുടെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഈ അടുത്ത കാലത്തായിട്ട് നടന്നൊരു ഇൻസിഡന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചു പറയാം. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഇന്ന സ്ഥലത്ത് ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ഒരു ഉത്രാട ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പറയാം. ഇൻഫർമേഷൻ കിട്ടി, ഞങ്ങൾ അവിടെ എത്തി. ഇൻഫർമേഷൻ ഇങ്ങനെയായിരുന്നു, ഒരു ബൈക്കിൽ 2 പേരിരുന്ന് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി. ആ പറഞ്ഞ 2 പേരെ കണ്ടുപിടിച്ചു. വിദ്യാർത്ഥികളാണ്. അവരുടെ പേരിന്ന് മയക്കുമരുന്ന് കിട്ടുകയും ചെയ്തു. ഒരാളെ മയക്കുമരുന്നുമായിട്ടോ എന്ത് തന്നെയായിരുന്നാലും അറസ്റ്റ് ചെയ്തായിരുന്നാലും നമുക്കൊരു നിയമമുണ്ട്. 24 hours അവരുടെ രക്ഷകർത്താക്കളെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ അറിയിക്കണമെന്ന്, അവരുടെ അറസ്റ്റ് വിവരം. അന്ന് ഇതിന്റെ പ്രൊസീജിയറൊക്കെ കഴിയുന്നതിന് കുറേ കാലതാമസം എടുത്തു. രാത്രി 12 മണിയോടുകൂടി ഞാൻ അവരുടെ വീട്ടിലെത്തുകയാണ്. ഞാൻ ആ ഡോറിൽ ഫസ്റ്റ് നോക്ക് ചെയ്ത സമയത്ത് തന്നെ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരച്ഛൻ വാതിൽ തുറന്നു വന്നു. എന്നെ കണ്ട് ആകെ സ്റ്റണ്ടായി. ഞാൻ യൂണിഫോമിലാണ്, എൻ്റെ അധികാര ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. രാത്രി ഒരു വീട്ടിൽ വന്ന് വാതിലൊക്കെ മുട്ടി തുറന്നു കഴിഞ്ഞാൽ ആരായിരുന്നാലും ഒന്ന് പേടിക്കും, എന്തോ സംഭവിച്ചു. അപ്പോഴേക്കും അവരാരോ പരതുന്നുണ്ട്. ആരായിരിക്കും? അവരുടെ മകനെ. എന്നോട് കാര്യം അന്വേഷിച്ച് ഞാൻ മകൻ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, സാർ പിറ്റേ ദിവസം ഓണമാണ്, ഓണത്തിന് പൂക്കളം ഇടുന്നതിന് വേണ്ടി പൂ വാങ്ങിക്കാൻ എൻ്റെ മകൻ പോയിരിക്കുകയാണ്, ഇതുവരെയായിട്ട് അവൻ എത്തിയിട്ടില്ല. ഞാൻ പല നമ്പറുകളിലേക്ക് ക്ഷണിച്ചു. അവനെ വിളിച്ചു, അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു. ഒരു കാരണവശാലും അവന് കിട്ടുന്നില്ല. ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുകയാണ്. അച്ഛനോട് മാറ്റി നിർത്തി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മകനെ മയക്കുമരുന്നുമായി അറസ്റ്റ് ചെയ്ത് എൻ്റെ ജീപ്പിന്റെ പുറകിലിരിക്കുകയാണ്. അമ്മ പേടിച്ചലറി പെട്ടെന്ന് വന്നു. അമ്മയോട് അച്ഛൻ തന്നെ കാര്യം പറഞ്ഞു. വളരെ സ്റ്റബോൺ ആയിട്ടുള്ള ഒരു ലേഡി എൻ്റെ മുഖത്ത് ഈ യൂണിഫോമും ഈ അധികാര ചിഹ്നങ്ങളും ഇട്ട് നിൽക്കുന്ന എൻ്റെ മുഖത്ത് കൈ ചൂണ്ടി പറയുന്നു, സാർ നിങ്ങൾക്ക് തെറ്റുപറ്റി, എൻ്റെ മകൻ അത് ചെയ്യില്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു ശരി. എന്നിട്ട് അവർ പറഞ്ഞ് എനിക്ക് എൻ്റെ മകനോട് സംസാരിക്കണം, അവസരം തരാം. ആ അമ്മ അന്ന് രാത്രി എൻ്റെ ജീപ്പിന്റെ പുറകിൽ ബാക്ക് സീറ്റിൽ വിലങ്ങുമായി നിൽക്കുന്ന മകനെ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ ഇത്ര മാത്രമേ ചോദിച്ചിരിക്കുന്നുള്ളൂ, നിനക്ക് എന്തു പറ്റി? ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിയാണോ? നീ എന്തിനാണ് ഇതിനകത്തിരിക്കുന്നത്? അമ്മ മാപ്പാക്കണം, തെറ്റുപറ്റിപ്പോയി. ഇവിടെ ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒരു അമ്മയും മകനും എന്ന പോലെ നമ്മൾ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങിയവരാണ്. എനിക്ക് നിന്നെയോ നിനക്ക് എന്നെയോ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നീ എന്നെയാണോ ചതിച്ചത് അതോ ഞാൻ നിന്നെയാണോ ചതിച്ചത്? ഈ അമ്മയുടെ വാക്കുകളാണ്. കേസിന്റെ കാര്യങ്ങൾ അതേവഴി പോയി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ ദുഃഖം താങ്ങാനാകാതെ അച്ഛൻ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു. ആ അമ്മയായ ആ വീട്ടിന്റെ അത്താണി ഒരു പെങ്ങളുണ്ട്. ഈ പെങ്ങൾ കോളേജിൽ പോകുന്ന വഴിക്ക് സുഹൃത്തുക്കൾ പയ്യന്മാർ ചോദിക്കുന്നുണ്ട്, മോളെ സ്റ്റഫ് ഉണ്ടോ എടുക്കാൻ? ഇത് നിങ്ങളുടെ വീട്ടിലാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചിരിക്കണ്ട, ഇനി അടുത്തൊരു കാര്യവും കൂടിയുണ്ട് പറയാൻ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഈ അമ്മ അവരുടെ ജീവൻ ആ ഉത്തരത്തിൽ അവസാനിപ്പിച്ചു. ഒരു ദിവസം പുലർന്ന സമയത്ത് ഈ അമ്മയുടെ അമ്മുമ്മ വന്ന് വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് ചേതനയേറ്റ ശരീരവുമായി ആ അമ്മ തൂങ്ങിക്കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളോട് പറയുന്നു,
ഒരു 2 സെക്കൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാമോ? എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാമോ, ആ ഹൃദയസ്തംഭനം മൂലം നിങ്ങൾ കാരണം, ആ ഹൃദയസ്തംഭനം മൂലം മരിക്കപ്പെട്ടത് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ച ആ വേദനയാൽ ആ ചേതനയേറ്റ ശരീരം ആ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയാണെങ്കിലോ? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെയുള്ള സമൂഹത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇതൊന്നും നിങ്ങളാരും ഒരുപക്ഷെ അറിഞ്ഞു കാണുന്നത്, നിങ്ങൾക്ക് പത്രത്തിലും ടി വിയിലും കാണുന്ന വാർത്തകളായിരിക്കാം. ഈ വാർത്ത കുറച്ചു നാളുകൾക്ക് മുമ്പ് കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് വന്നതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജനനത്തിന് നിങ്ങളുടെ മാതാപിതാക്കൾ കാരണക്കാരാണ്. ഒരു കാരണവശാലും അവരുടെ മരണത്തിന് നിങ്ങൾ കാരണക്കാരാകരുത്. ഐ റിപ്പീറ്റ്, നിങ്ങളുടെ ജനനത്തിന് നിങ്ങളുടെ മാതാപിതാക്കൾ കാരണക്കാരായിട്ടുള്ളതിനാൽ ഒരു കാരണവശാലും അവരുടെ മരണത്തിന് നിങ്ങൾ കാരണക്കാരാകരുത്. ഞാൻ ഒരു ചെറിയൊരു കഥ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു കാട്ടിൽ വലിയൊരു മത്സരം നടക്കുകയാണ്. ഇതിൽ മത്സരാർത്ഥികൾ എന്ന് പറയുന്ന പക്ഷികളാണ്. ഒരൊറ്റ കണ്ടീഷൻ, ഈ മത്സരം നടക്കുന്നതനുസരിച്ച് കാട്ടിലെയും നാട്ടിലെയും പക്ഷികളെല്ലാം ഒത്തുകൂടി. മത്സരം ഇതാണ്, ഏറ്റവും ഉയരത്തിലെത്തുന്ന പക്ഷി ഏതാണെന്ന് കണ്ടുപിടിക്കുക. മത്സരം സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പക്ഷികളും അതിന്റെ അതിവേഗ ശക്തിയിൽ പറന്നു. നമ്മുടെ കോഴി പോലും പങ്കെടുത്തു. അതിവേഗത്തിൽ പറന്ന കോഴി അതേ വേഗത്തിൽ തിരിച്ചുവെത്തി. കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം പറന്നുയർന്ന പക്ഷികളിൽ പലതും താഴേക്ക് നിലംപതിച്ചു. എന്നാൽ പരന്ത് മാത്രം ഇതൊന്നും അറിയാതെ മുകളിലേക്ക് പറന്നുകൊണ്ടേയിരുന്നു. ആ ഡെസ്റ്റിനേഷൻ എത്താറായ സമയത്ത് അവനറിയാം അവൻ ജയിക്കും, എന്തായിരുന്നാലും ജയിക്കുമെന്നുറപ്പ്. ആ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ആ പരന്തിന്റെ ചിറകിന്റെ അടിയിലിരുന്ന ഒരു കുരുവി പെട്ടെന്ന് ആ പരന്തിന്റെ മുകളിലേക്ക് ചാടിക്കേറി. ആരാ ഇവിടെ വിജയായത്? ജൂറി ആകെ കൺഫ്യൂഷനായി. ആരെ വിജയായി പ്രഖ്യാപിക്കും? അവിടെ പറഞ്ഞത് ജൂറി ആദ്യം മത്സരത്തിൽ പറഞ്ഞ ഏറ്റവും ഉയരത്തിലെത്തുന്ന പക്ഷിയെ കണ്ടുപിടിക്കലാണ്. അവസാനം ജൂറി ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഏറ്റവും ഉയരത്തിലെത്തിയ പക്ഷി ഈ കുരുവി തന്നെയാണ്. എന്നാൽ ഇവിടെ ഈ വിജയിച്ച പക്ഷി പരുന്താണ്. നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന പല ഡ്രഗ്സ് മാഫിയകളുടെയും ആ പ്രവർത്തനങ്ങളിൽ നിന്നും പരന്താകുന്ന നമ്മുടെ ന്യൂസ് 18 പോലെയുള്ള ചാനലുകൾ നമ്മളെ കുട്ടികളെ, കുരുവികളായ നമ്മുടെ കുട്ടികളെ വിജയപഥത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഈ പരിപാടി AD 2025 എന്ന് പറയുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.